ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തേർഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്, അഡ്വാൻസ്ഡ് മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് ഇൻ്റർഫേസിങ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ രണ്ട് രീതിയിലാണ് പൊതുവെ ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. ഒന്ന് സീരിയൽ ഡാറ്റ ട്രാൻസ്ഫറും ഒന്ന് നെക്സ്റ്റ് വൺ ഈസ് പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ. സീരിയൽ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ബിറ്റ് ബൈ ബിറ്റ് ട്രാൻസ്മിഷനാണ്. പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിറ്റ് സ്ട്രീമിനെ ഒരുമിച്ചിട്ട് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ലോങ് ഡിസ്റ്റൻസിനാണെങ്കിൽ നമ്മൾ സീരിയൽ ട്രാൻസ്ഫർ പ്രിഫർ ചെയ്യും, ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിലോ പാരലൽ ട്രാൻസ്ഫർ. കാരണം ഫാസ്റ്റ് ഒന്നിലധികം ബിറ്റുകൾ അറ്റ് എ ടൈമിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ എന്താണ്, കോംപ്ലക്സിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ഷോർട്ട് ഡിസ്റ്റൻസിൽ അത് യൂസ് ചെയ്യുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോൾ എന്തെങ്കിലും എററൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ സീരിയൽ ട്രാൻസ്ഫർ യൂസ് ചെയ്യുന്നത്. ഇനി സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് അസിങ്ക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡും രണ്ടാമത് സിങ്ക്രണസും. അസിങ്ക്രണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ബൈറ്റാണ് അറ്റ് എ ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ സിങ്ക്രണസ് മെത്തേഡിൽ ഒരു ബ്ലോക്ക് ഓഫ് ക്യാരക്ടറാണ് അറ്റ് എ ടൈമിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന രണ്ട് IC ആണ് UARTും USARTും. UART പറഞ്ഞാൽ യൂണിവേഴ്സൽ അസിങ്ക്രണസ് റിസീവർ ട്രാൻസ്മിറ്ററും USART എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സിങ്ക്രണസ് അസിങ്ക്രണസ് റിസീവർ ട്രാൻസ്മിറ്ററും. ഓക്കെ, അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു ബിൽറ്റിൻ UART ആണ് എവിടെ ഉള്ളത്, നമ്മുടെ 8051 ICയിലുള്ളത്. ദെൻ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ആണ്, ഒന്ന് സിംപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ്, ഫുൾ ഡ്യൂപ്ലെക്സ്. അപ്പോൾ ഈ രീതിയിലുള്ള അപ്പോൾ ഡാറ്റ ഏത് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലെക്സ്, അതുപോലെ ഹാഫ് ഡ്യൂപ്ലെക്സ്, ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയാം. കാരണം ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണല്ലോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ തിരിച്ചാവാം, റിസീവറിൽ നിന്ന് ട്രാൻസ്മിറ്ററിലേക്കും ഡാറ്റ പാസ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സിംപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് മാത്രം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നൊരു മോഡാണ് എന്ത്, സിംപ്ലെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിലെ കീബോർഡിൽ നിന്ന് ഡാറ്റ എൻ്റർ ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ മോണിറ്റർ വ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ, നമ്മൾ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുക, കമ്പ്യൂട്ടറിലാകുമ്പോൾ ഡാറ്റ എൻ്റർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. കീബോർഡ് തിരിച്ച് ഒരു റെസ്പോൺസ് ഇങ്ങോട്ട് തരുന്നില്ല. ആ ഒരു രീതി ഇപ്പോൾ റേഡിയോ ആണെങ്കിലും TV ആണെങ്കിലും ഒക്കെ എന്താണ്, ആ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡിൽ വരുന്നതാണ്. ഹാഫ് ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ ട്രാൻസ്മിഷനും റിസപ്ഷനും അറ്റ് എ ടൈം നടക്കില്ല. ഒന്നുകിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിസീവറിന് ട്രാൻസ്മിറ്ററിന് ഒന്നുകിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിസീവ് ചെയ്യാം. രണ്ടും ഒരു സമയത്ത് നടക്കില്ല, പക്ഷേ രണ്ടും പോസിബിളാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഒന്നുകിൽ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിലോ റിസീവർ റിസീവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു രീതിയിലാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ. വോക്കി ടോക്കി പോലുള്ള ഇതൊക്കെ എന്താണ്, ഹാഫ് ഡ്യൂപ്ലെക്സിൽ വരുന്നതാണ്. ഇനി ഫുൾ ഡ്യൂപ്ലെക്സ് ആണെങ്കിലോ, ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ കമ്മ്യൂണിക്കേഷനൊക്കെ അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റർ ടു റിസീവർ ഡാറ്റ, അതുപോലെ റിസീവർ ടു ട്രാൻസ്മിറ്റർ ബൈ ഡയറക്ഷനിലാണ്, അറ്റ് എ ടൈമിൽ തന്നെ രണ്ടും ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്, ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അസിങ്ക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ ആണെങ്കിലും ഡാറ്റ 0s ഉം 1s ഉം ഫോർമാറ്റിൽ തന്നെയാണ് പോവുക. ബട്ട് ഇതിനെന്തുണ്ട്, കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. അതായത് ഡാറ്റ ഫ്രെയിമിംഗ് എന്ന് പറയും. അതായത് നമുക്ക് എങ്ങനെയാണ് ഡാറ്റ പാക്ക് ചെയ്തിട്ടുള്ളത്, എത്ര ബിറ്റ്സ് പെർ ക്യാരക്ടർ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണ് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്, ആ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ റൂളിനാണ് ഫ്രെയിമിംഗ് എന്ന് പറയും. ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിങ്ക്രണസ് മെത്തേഡിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടറും സ്റ്റാർട്ട് ബിറ്റിൻ്റെയും സ്റ്റോപ്പ് ബിറ്റിനും ഇടയ്ക്കാണ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് ഫ്രെയിമിങ്ങിൻ്റെ സ്ട്രക്ചർ, പിന്നെ അസിങ്ക്രണസ് ഡാറ്റേൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഡാറ്റ ഉണ്ട്. അപ്പോൾ ആസ്കി വാല്യൂ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ബിറ്റാണിത്. ആസ്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഡാറ്റ ഇപ്പോൾ ഒരു A എന്നുള്ളൊരു കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ആണ് കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ കീബോർഡിൽ നമ്മളൊരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A ആണ് പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ B ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് B അല്ല കമ്പ്യൂട്ടറിലേക്ക് എത്തുക, മറിച്ച് എന്താണ്, അതിൻ്റെ ആസ്കി ക്യാരക്ടറാണ് എത്തുന്നത്. അപ്പോൾ ഇപ്പോൾ എക്കൊരു ആസ്കി ക്യാരക്ടർ ഉണ്ട്, ബിക്ക് ഉണ്ട്, അതുപോലെ ഓരോ സ്പെഷ്യൽ ഫങ്ഷൻസിനും എല്ലാറ്റിനും ക്യാരക്ടേഴ്സിനൊക്കെ എന്തുണ്ട്, ആസ്കി വാല്യൂ കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ,
എനിവേ ഈ ഒരു 8 ബിറ്റ് ഡാറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ എന്ത് ചേർത്തിട്ടുണ്ടായിരിക്കും, ഒരു സ്റ്റാർട്ട് ബിറ്റും ഉണ്ടാവും, അതുപോലെ സ്റ്റോപ്പ് ബിറ്റും ഉണ്ടാവും. സ്റ്റാർട്ട് ബിറ്റ് എപ്പോഴും എന്താണെന്ന് പറഞ്ഞു, 0 ആണെന്ന് പറഞ്ഞു. എന്താ കാര്യം, ഇവിടെ ഈ 1ലാണ് നമ്മുടെ D0 വരുന്നത്. D0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് LSB ആണ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അതുപോലെ D7 എന്ന് പറഞ്ഞാൽ MSB ആണ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. LSBയും MSBയും ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതാണ്, LSB ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുക, പിന്നെ ലാസ്റ്റാണ് MSB വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ബിറ്റ് ആയിരിക്കും. ഈ സ്റ്റാർട്ട് ബിറ്റ് എപ്പോഴും എന്താണ്, ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ ആവും. സ്റ്റോപ്പ് ബിറ്റ് പറഞ്ഞാലോ D7 കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തു, ലോ ടു ഹൈ ട്രാൻസിഷനാണ്. അപ്പോൾ ഈ ഹൈ ടു ലോ ട്രാൻസിഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, ഡാറ്റ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ലോ ടു ഹൈ, ആ ഒരു ബിറ്റ് സ്ട്രീം പോയിട്ട്, ഒരു ബൈറ്റ് പോയി കഴിഞ്ഞിട്ട് 8 ബിറ്റ് പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് വീണ്ടും ഹൈയിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഡാറ്റ കഴിഞ്ഞു, ഇനി അടുത്ത ഡാറ്റയാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേമാണ് ബോഡ് റേറ്റ്. ഇതും ഒരു എക്സാം ക്വസ്റ്റ്യൻ തന്നെയാണ്. ബോഡ് റേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ മോഡുലേഷൻ റേറ്റ് എന്നൊക്കെ പറയാം. എന്താണ് ബോഡ് റേറ്റ് പറഞ്ഞെങ്കിൽ നമ്പർ ഓഫ് സിഗ്നൽ ചേഞ്ചസ് പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ബിറ്റാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, ബോഡ് റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയാം. സോ ഇത് നോട്ട് ചെയ്യുക. ബോഡ് റേറ്റ് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ബോഡ് റേറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഇത് പറഞ്ഞെങ്കിൽ എത്ര ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് DT എന്ന് പറഞ്ഞെങ്കിൽ കമ്പ്യൂട്ടർ, ഇപ്പോൾ അതിൻ്റെ പെരിഫറൽസ്, അല്ലെങ്കിൽ PCയും പെരിഫറൽസും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുമല്ലോ. ഇപ്പോൾ PC വിത്ത് ഇറ്റ്സ് ടെർമിനൽസ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ പെരിഫറൽസ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് DC, അതായത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്, അത് മൈക്രോ കൺട്രോളർ വിത്ത് പെരിഫറൽ ചെയ്യുന്നതിനാണ് നമ്മൾ DC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു TXD പിന്നും RXD പിന്നും ഉണ്ടാവും. TXD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതെവിടെ വയ്ക്കുക, ഈ TXD പിന്ന് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പെരിഫറൽ ഡിവൈസിൻ്റെ DT ആണെങ്കിൽ എന്ത് ചെയ്യുക, പെരിഫറൽ ഡിവൈസ്, പെരിഫറൽ എന്ത് ചെയ്യും, പെരിഫറലിൻ്റെ റിസീവ് RXD എന്നുള്ള പിന്നിലേക്കാണ് നമ്മുടെ ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് 8051 മൈക്രോ കൺട്രോളർ, ദെൻ TXD പിന്നിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഡാറ്റ ഉണ്ടാവുക. അത് എന്തുമായി കണക്ട് ചെയ്യണം, എന്തോ ആയിക്കോട്ടെ, ഏത് ഡാറ്റയോ എന്താണെങ്കിലും നമ്മൾ കണക്ട് ചെയ്യുന്നത് പെരിഫറലിൻ്റെ റിസീവർ പിന്നിലേക്കായിരിക്കും, RXD പിന്നിലേക്കായിരിക്കും. തിരിച്ച് പെരിഫറലാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതെവിടെ കണക്ട് ചെയ്യണം, 8051ൻ്റെ RXD പിന്നിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. നെക്സ്റ്റ് വൺ ബോഡ് റേറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയാണ്. നമുക്കറിയാം സീരിയൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ച സമയത്ത് എങ്ങനെയാണ് ബോഡ് റേറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ TH1ലാണ് എന്ത് ചെയ്യുന്നത്, ബോഡ് റേറ്റ് അതിൻ്റെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ക്രിസ്റ്റൽ ഫ്രീക്വൻസി എത്ര വരിക, 11.0592 MHz ആണ് ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഓഫ് 8051 മൈക്രോ കൺട്രോളർ. ഇത് ഫിക്സഡ് വാല്യൂ ആണ്, നമ്മൾ അറിയേണ്ട വാല്യൂ ആണ്, അറൗണ്ട് 12 MHz. 8051 അതിൻ്റെ ഈ ഒരു ക്രിസ്റ്റൽ ഫ്രീക്വൻസിനെ മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്, 11.0592നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 921.6 kHz ആണ്. ഇനി അത് മാത്രം മതിയോ, ബോഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UART ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ UART ഇൻബിൽറ്റ് ആണല്ലോ ഇതിൽ. അപ്പോൾ UART എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഫ്രീക്വൻസിയെ നമുക്ക് കിട്ടിയ മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസീനെ 32 കൊണ്ട് ഒന്നുകൂടി ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഫ്രീക്വൻസിയാണ് 28,800 Hz. ഇതൊക്കെ ആര് ചെയ്യും, 8051 മൈക്രോ കൺട്രോളറിലെ ചിപ്പ് ചെയ്യും, UART ചെയ്യും. UART ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു വാല്യൂ വെച്ച് നമുക്ക് ഏത് ബോഡ് റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള TH1ലേക്ക് ലോഡ് ചെയ്യാനുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നോർമലി അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് 28,800 ഡിവൈഡഡ് ബൈ ഡിസൈഡ് ബോഡ് റേറ്റ് ഈസ് ഈക്വൽ ടു N. ഓക്കെ, അപ്പോൾ നമുക്ക് ബോഡ് റേറ്റ് തരും. ബോഡ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ബോഡ് റേറ്റ് ഏത് വാല്യൂവിലാണെന്നുള്ളത്, ഇപ്പം 9600 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, മിക്കവാറും അതുതന്നെ ആയിരിക്കും തരിക. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബോഡ് റേറ്റ് കണ്ടുപിടിക്കണം, N കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ 28,800 ബൈ 9,600
ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ 28,800നെ നമുക്ക് തന്നിട്ടുള്ള ബോർഡ് റേറ്റ് ആയിട്ടുള്ള 9,600 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 3 അല്ലേ. ആ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒന്നുകിൽ ഹെക്സ് വാല്യൂ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, -3 എന്നുള്ളൊരു വാല്യൂ ഇട്ടിട്ടാണ് TH1ലേക്ക് ഡാറ്റ ലോഡ് ചെയ്യുന്നത്. ഏതാണെങ്കിലും 9,600 ആണെങ്കിൽ. അപ്പോൾ ഇനിയൊരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ക്രിസ്റ്റൽ ഫ്രീക്വൻസി 11.0592 MHz ഫൈൻഡ് TH1 വാല്യൂ നീഡ് ടു ഹാവ് ദ ഫോളോയിങ് ബോർഡ് റേറ്റ്. അപ്പോൾ നമുക്ക് 3 ബോർഡ് റേറ്റുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 9,600, 2,400, 1,200. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 28,800 എന്നുള്ള വാല്യൂ വരെ നമുക്ക് എന്തായാലും അറിയാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക ഈ ഒരു വാല്യൂ. ഈ വാല്യൂ വരെ പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബോർഡ് റേറ്റിലും TH1ലേക്ക് ലോഡ് ചെയ്യേണ്ട വാല്യൂ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ ചോദിക്കുള്ളൂ. 9,600 ആണെങ്കിൽ -3, പിന്നെ 2,400 ആണെങ്കിൽ -12, അതുപോലെ 1,200 ആണെങ്കിൽ -24 എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂസ് പഠിച്ച് വെക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ അത് പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് എഴുതിയാൽ മതി. അല്ലാതെങ്കിൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം മിക്കവാറും ചോദിക്കുന്നത് ഈ ഒരു 3 ബോർഡ് റേറ്റിൽ മാത്രമേ ചോദിക്കുകയുള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് 9,600 ആണ്. ഇനി നെക്സ്റ്റ് എസ് ബഫർ രജിസ്റ്റർ ആണ്. എസ് ബഫർ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആദ്യം സ്റ്റോർ ചെയ്യുന്നത് എസ് ബഫർ രജിസ്റ്ററിലായിരിക്കും. അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് പിന്ന് വഴിയാണെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. TXD എന്നുള്ള പിന്നിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ ഫസ്റ്റ് എവിടെ സ്റ്റോർ ചെയ്യും? എസ് ബഫർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ RxD പിന്ന് വഴി റിസീവ് ചെയ്യുന്ന ഡാറ്റ എസ് ബഫർ രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് എസ് ബഫർ രജിസ്റ്റർ. ഈ സ്റ്റോറേജ് പർപ്പസിനുള്ളതാണ്. പക്ഷേ മറ്റേതൊരു രജിസ്റ്ററിനെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ് ബഫർ രജിസ്റ്ററും പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട്. അതായത് മൂവ് SBUF, #D. D എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. കറസ്പോണ്ടിങ് ASCII വാല്യൂ 44H ആണ്. സോ #D എന്നുള്ള ഒരു വാല്യൂ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും, എസ് ബഫറിൽ ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ മൂവ് SBUF, A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യുമുലേറ്ററിലുള്ള ഡാറ്റ എസ് ബഫറിലേക്ക് മൂവ് ചെയ്യാം. അതുപോലെ അക്യുമുലേറ്ററിന് SBUF എന്ന് എന്ത് ചെയ്യുക, അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷന് നമുക്ക് എന്തിലും ചെയ്യാം, എസ് ബഫറിലും ചെയ്യാം. So when a byte is written, it is framed with a start and stop bits are transferred serially via the TXT pin. നേരത്തെ പറഞ്ഞതാണ്, നമുക്കൊരു ഡാറ്റ അസിൻക്രണസ് മോഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും അത് ഫ്രെയിം ചെയ്തിട്ട് അതിനെ TXT പിന്നിലൂടെ സീരിയലി ട്രാൻസ്മിറ്റ് ചെയ്യാം. When the bit are received serially via RxD, it is deframed by the deframe ആൻഡ് എലിമിനേറ്റിംഗ് ദ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ബിറ്റ്സ്. അതായത് നമുക്ക് RxD പിന്നിലൂടെ റിസീവ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റയാണെങ്കിൽ അതിനെ ഡീഫ്രെയിം ചെയ്യും. അതായത് സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും, അത് ഡാറ്റ അല്ലല്ലോ, സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ജസ്റ്റ് ഇൻഡിക്കേഷനാണ്. ഇത് ഡാറ്റ തീർന്നോ അല്ലെങ്കിൽ ഡാറ്റ തുടങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ അറിയുന്നതാണ്. അപ്പം അതിനെന്തായാലും റിസീവ് ചെയ്യുന്ന സമയത്ത് ഡീഫ്രെയിം ചെയ്തിട്ട് എസ് ബഫറിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ പിന്നെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി എസ്കോൺ എന്താണ്? സീരിയൽ കൺട്രോൾ രജിസ്റ്റർ. എസ്കോൺ ഇതിൻ്റെ മുന്നേ പഠിച്ചതാണ്. എസ്കോണിൽ വരുന്ന എന്തൊക്കെയാണ്? മോഡ് സെലക്ഷനാണ്. അതായത് SM0, SM1, SM2, അതുപോലെ REN, പിന്നെ TB8, RB8, TI, RI. ഈ ഓർഡർ തെറ്റാതെ പഠിക്കുക. എസ്കോണ് രജിസ്റ്റർ, അതുപോലെ മോഡ് രജിസ്റ്റർ, മറ്റ് നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷനും ടൈമറിലും വരുന്ന കൺട്രോൾ രജിസ്റ്ററിൻ്റെ ഒക്കെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു അത് ഒത്തിരി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. കാരണം സീരിയൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും ടൈമറിലാണെങ്കിലും പ്രോഗ്രാമിങ്ങും വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ഓർഡർ നമുക്കറിയണം. ഓക്കെ, അപ്പോൾ എസ്കോൺ രജിസ്റ്റർ അല്ലെങ്കിൽ സീരിയൽ കൺട്രോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ SM0 സീരിയൽ പോർട്ട് മോഡ് സ്പെസിഫയർ ആണ്. പിന്നെ SM1, SM2, REN, TB8, RB8, TI ആൻഡ് RI. SM0, SM1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് സെലക്ഷനാണ്. ഇപ്പോൾ നമ്മൾ മോഡ് 1 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഏത് രീതിയിൽ ആവും, നമുക്ക് ഒരു അസിൻക്രണസ് ഡാറ്റ ട്രാൻസ്മിഷൻ്റെ
ആ ഒരു മോഡിലേക്ക് വരും. അതായത് 8 ബിറ്റും ഒരു സ്റ്റോപ്പ് ബിറ്റും സ്റ്റാർട്ട് ബിറ്റും അടക്കം 10 ബിറ്റാണ് അസിൻക്രണസ് മോഡിലെ ഡാറ്റ ട്രാൻസ്മിഷനിൽ വരുന്നത്. അത് മാത്രമല്ല നമ്മളെ PCയുടെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ഇത് കോമ്പാറ്റിബിൾ കൂടിയാണ്. അപ്പോൾ നമ്മൾ എസ്കോണ് ഏത് രീതിയിൽ സെറ്റ് ചെയ്യണം? മോഡ് 1ൽ സെറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എസ്കോണ് SM0 SM1 അതിൻ്റെ ബിറ്റ് സെലക്ഷൻ വരുമ്പോൾ മോഡ് 1ലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം അതിലൂടെയാണ് നമുക്ക് അസിൻക്രണസ് ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആകുന്നത്. 10 ബിറ്റ് ഓഫ് ഡാറ്റയെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് സ്റ്റാർട്ട് ബിറ്റ് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്. REN പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിസീവ് എനേബിൾ ആണ്. 8051 കേസിൽ ഡാറ്റ RXT പിന്നിലൂടെ റിസീവ് ചെയ്യണമെങ്കിൽ എന്തായാലും എന്തായിരിക്കണം? REN പിന്നിൽ നമ്മൾ 1 സെറ്റ് ചെയ്ത് കൊടുക്കണം. 1 = 1 ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഡാറ്റ റിസീവ് ചെയ്യാൻ 8051 റെഡി ആവുക. നെക്സ്റ്റ് വൺ ഇസ് TI ആൻഡ് RI. നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫ്ലാഗാണ് ട്രാൻസ്മിറ്റ് ഇൻ്ററപ്റ്റ്, അതുപോലെ റിസീവ് ഇൻ്ററപ്റ്റ്. എന്താണ് ട്രാൻസ്മിറ്റ് ഇൻ്ററപ്റ്റ്? 8051 ഒരു ഡാറ്റ 8 ബിറ്റ് ക്യാരക്ടർ ട്രാൻസ്ഫർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 8 ബിറ്റ് ക്യാരക്ടറിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TI ഫ്ലാഗ് എന്താവും? അത് സെറ്റാവും. അത് മീൻസ് എന്താണ്? 1 ആവുക. ഓക്കെ, സെറ്റ് റീസെറ്റ് ആണല്ലോ. സെറ്റ് എന്ന് പറഞ്ഞെങ്കിൽ 1, റീസെറ്റ് പറഞ്ഞാൽ 0 എന്ന് വെച്ചാൽ അനദർ ബൈറ്റ്, മറ്റൊരു ബൈറ്റ് ട്രാൻസ്ഫർ ആവാൻ റെഡിയായി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒന്ന് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് TI ഫ്ലാഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് RI, അതായത് റിസീവ് ഇൻ്ററപ്റ്റ്. വെൻ ദ 8051 റിസീവ് ഡാറ്റ സീരിയലി വയ RXT, ഇറ്റ് പ്ലേസസ് എ ബൈറ്റ് ഇൻ ദ SBUF രജിസ്റ്റർ. അപ്പോൾ 8051 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RXT പിന്നിലൂടെ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ ഇവിടെ സ്റ്റോർ ചെയ്യും, SBUF രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ അതോടൊപ്പം തന്നെ RI ഫ്ലാഗ് റൈസ് ചെയ്യും. അത് റൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ബൈറ്റ് റിസീവ് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് റിസീവ് ചെയ്തു എന്ന് RI ഫ്ലാഗ് ഇൻഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവണം? അത് മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യും? ആ ഡാറ്റയെ സേഫ് ആയിട്ടുള്ളൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ദ TI ഫ്ലാഗ്. ആദ്യം TI ഫ്ലാഗ് മോണിറ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തോ അതോ അല്ലെങ്കിൽ റിസീവ് ചെയ്തോ എന്നുള്ളതൊക്കെ. അതിന് വേണ്ടി TI ഫ്ലാഗിനെ സെറ്റ് ചെയ്യും. TI ഫ്ലാഗ് എപ്പോഴാണ് സെറ്റ് ആവുക? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം. അതിനുശേഷം ഹൈയിൽ നിൽക്കുന്ന TI ഫ്ലാഗിനെ പ്രോഗ്രാമർ എന്ത് ചെയ്യുകയാണ്? അതിലേക്ക് 0 കൊടുക്കും. ബിറ്റ് അഡ്രസ്സബിൾ ആണല്ലോ, അപ്പം അതിലേക്ക് 0 കൊടുത്തിട്ട് അതിനെ ക്ലിയർ ചെയ്യും. ഓക്കെ, എന്നിട്ട് റൈറ്റിംഗ് എ ബൈറ്റ് ഇൻ ടു SBUF ബിഫോർ ദ TI ഫ്ലാഗ് ബിറ്റ് ഈസ് റൈസ്ഡ് മേ ലീഡ് ടു ലോസ് ഓഫ് എ പോർഷൻ ഓഫ് ദ ബൈറ്റ് ബീയിങ് ട്രാൻസ്ഫേർഡ്. SBUFിലേക്ക് ഒരു ബൈറ്റ് നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് TI ഫ്ലാഗ് ബിറ്റ് റൈസ് മീൻസ് എന്താണ്? സെറ്റ് ആവുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അത് 0 ആണെങ്കിൽ, 0 ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ആ SBUFറിൽ റിസീവ് ചെയ്തിട്ടുള്ള ഡാറ്റ പോയിട്ട് എടുക്കുകയാണെങ്കിൽ ഫുൾ ഡാറ്റ നമുക്ക് കിട്ടില്ല, ഡാറ്റ ലോസ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി RI ഫ്ലാഗിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സ്റ്റാർട്ട് ബിറ്റ് റിസീവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, സ്റ്റാർട്ട് ബിറ്റാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? ഇറ്റ് റിസീവ്സ് ദ സ്റ്റാർട്ട് ബിറ്റ്, നെക്സ്റ്റ് ബിറ്റ് ഈസ് ദ ഫസ്റ്റ് ബിറ്റ് ഓഫ് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ബിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുന്നത് D0 അല്ലേ, അതായത് ഫസ്റ്റ് ക്യാരക്ടർ വരും. അപ്പോൾ ലാസ്റ്റ് ബിറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RI എന്താവുകയാണ്? 1 ആവും, അല്ലെങ്കിൽ സെറ്റ് ആവും. കാരണം RI = 1 ആയി കഴിഞ്ഞാൽ SBUF രജിസ്റ്ററിൽ ആ ഡാറ്റ റിസീവ് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം എന്താകും? RI പ്രോഗ്രാമർ 0 ആക്കി മാറ്റണം. അപ്പോൾ ഇനി അതിൻ്റെ സ്റ്റെപ്സാണ്. പ്രോഗ്രാം ടു ട്രാൻസ്ഫർ ഡാറ്റ സീരിയലി. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ Tmod രജിസ്റ്റർ എന്ത് ചെയ്യുക? 20H വാല്യൂവിൽ ലോഡ് ചെയ്യുക. Tmod രജിസ്റ്ററിൻ്റെ Tmod എന്ന് പറയുമ്പോൾ ടൈമർ കൺട്രോൾ രജിസ്റ്ററാണ്. Tmod രജിസ്റ്ററിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ഗേറ്റ്, ദെൻ C bar T bar. ദിസ് ഈസ് ഗേറ്റ്, ദിസ് ഈസ് C bar T bar. അടുത്തെന്ന് പറയുന്നത് M1, പിന്നെ M0, വീണ്ടും ഗേറ്റ്, C bar T bar, പിന്നെ വീണ്ടും M1, പിന്നെ M0. അത് റിപ്പീറ്റ് ചെയ്തിട്ട് വരികയാണ്. ഓക്കെ, M1 M0. അത് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ, ഇടയ്ക്ക് മാറിപ്പോവാറുണ്ട് ഞാൻ എഴുതുമ്പോൾ തന്നെ. സോ നിങ്ങളത് ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ടി മോഡ് രജിസ്റ്റർ 20H ലോഡ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, നമ്മൾ ടൈമർ 1 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ 20H ലോഡ് ചെയ്യുക പറഞ്ഞാൽ, ഇപ്പോൾ ഗേറ്റ് 0 ആണല്ലോ, സി ബാർ ടി ബാർ എന്ന് പറഞ്ഞെങ്കിൽ ടൈമർ ബാറാണ്. ടൈമർ ബാർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലോ ആണ്. ടൈമറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ടൈമർ യൂസ് ചെയ്യുക പറഞ്ഞെങ്കിൽ ഇതെന്ന് എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. പിന്നെ M1 M0 ആണ്, മോഡ് സെലക്ഷനാണ്. അപ്പോൾ അതിൽ 0 ആണ് മോഡ് 0, പിന്നെ 01 മോഡ് 1, 10 മോഡ് 2 അല്ലേ. അപ്പോൾ നമ്മൾ ഏത് മോഡാണ് സെലക്ട് ചെയ്യുന്നത്, ഇവിടെ 0 1 0 ആണ്. അതായത് 10 എന്ന് വരുമ്പോൾ 0 0 0 1 1 0 മോഡ് 2 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോഡ് 2 വരുമ്പോൾ ഇതിനകത്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 20H ആണ്. കാരണം 0 0 1 0 അല്ലേ, 0 0 1 0 പറഞ്ഞാൽ 2 ആണ്. പിന്നെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് ടൈമർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലേ, ടൈമർ 0 ആണ്. ടൈമർ 0 നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, ടൈമർ 1 അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് 20H എന്നായിട്ട് വരും. നെക്സ്റ്റ് TH1 ഈസ് ലോഡഡ് വിത്ത് വാല്യൂ ടു സെറ്റ് ബോഡ് റേറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ ബോഡ് റേറ്റ് ഏതാണോ കിട്ടാതെ ആ വാല്യൂ ഇപ്പോൾ സപ്പോസ് 9600 ആണെങ്കിൽ -3 വരും. ആ രീതിയിൽ പഠിച്ചു വെച്ചാൽ തന്നെ അത് പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആ വാല്യൂ ഏതാണെങ്കിലും TH1 ആസ് പെർ ക്വസ്റ്റ്യൻ ഇടുക. ദെൻ എസ്കോൺ രജിസ്റ്ററിൽ ഏത് വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, 50H. അപ്പോൾ അതെങ്ങനെ വരിക, എസ്കോണിൽ എന്താ ഉള്ളത്, SM0, SM1, SM2 അല്ലേ, പിന്നെ REN റിസീവർ എനേബിൾ, ദെൻ TB8. ആ സെക്ഷനിലേക്ക് പോകണ്ട, TB8 RB8 TI RI, കാരണം ആ ഒരു പാർട്ട് മുഴുവൻ എന്താണ് 0 0 0 ആയിട്ട് പോകും, അവിടെ നമ്മളൊന്നും ചെയ്യണ്ട. പക്ഷേ ഇവിടെ മോഡ് സെലക്ഷൻ വരുന്നുണ്ട്. അതിൽ SM2 എന്താണ് 0 ആയിട്ട് തന്നെ വരിക. പക്ഷേ SM0യും SM1ഉം നമ്മൾ മോഡ് 1ൽ എടുക്കണം. മോഡ് 1 ആണ് 01 അല്ലേ, 00 ആണെങ്കിൽ മോഡ് 0, 01 ആണെങ്കിൽ മോഡ് 1. പിന്നെ SM2 എന്തായി, 0 ആയി. പിന്നെ റിസീവർ എനേബിൾ എപ്പോഴും എന്താവണം, ഹൈ ആവണം, എന്നാലല്ലേ 8051ന് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 01 ബാക്കി ഉള്ള ബിറ്റ്, അതായത് TB8 RB8 TI RI എന്നുള്ളതൊക്കെ എന്താണ് 0 ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 01 01 00 00 അല്ലേ വരിക. അതായത് ഇത് 5 ആണ്, ഇത് 0 ആണ്. അപ്പോൾ 50H വരും. അതിങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ്കോണിൽ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ എസ്കോണിൽ എത്രയാണ്, 50H. ഇതൊക്കെ ഫിക്സഡ് ആണ് കേട്ടോ, 20H ഫിക്സ് 50H. അതിനുശേഷം എന്ത് ചെയ്യണം, ഡാറ്റ സീരിയലായിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻ്ററപ്റ്റ് പറയുമ്പോൾ ട്രാൻസ്ഫറാണ്. TR1 ആണ് യൂസ് ചെയ്യേണ്ടത്. TR1 യൂസ് ചെയ്യുക. ടൈമർ 1 TR1 പറഞ്ഞാൽ ടൈമർ 1 മീൻസ് TI ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇൻ്ററപ്റ്റ് TI ആണ്. അപ്പോൾ TI ആദ്യം എന്ത് ചെയ്യുക, 0 ആയിട്ട് വയ്ക്കുക, അത്രയും ചെയ്യുക. പിന്നെ ആറാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ക്യാരക്ടർ ബൈറ്റ് ഈസ് റിട്ടൺ ഇൻ ടു എസ് ബഫർ. അപ്പോൾ ഈ രീതിയിൽ ടി മോഡ് സെറ്റ് ചെയ്തു, TH1 ബോർഡ് റേറ്റ് കൊടുത്തു, എസ്കോണിന് 50H കൊടുത്തിട്ട് എന്താണ് ഡാറ്റ അസിൻക്രണസ് മോഡിൽ ട്രാൻസ്മിഷൻ ഉള്ളതാണെന്നുള്ളതാക്കി. ദെൻ ടൈമറിനെ സെറ്റ് ചെയ്ത് വെച്ചു, സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. പിന്നെ എന്ത് ചെയ്തു, TIയും കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എസ് ബഫർ രജിസ്റ്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡാറ്റ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം TI ഫ്ലാഗ് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ TI ഫ്ലാഗ് എപ്പോഴാണോ ഹൈ ആവുക അതിൻ്റെ അർത്ഥം എന്താണ്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു, അടുത്ത ഡാറ്റ ഇനി ട്രാൻസ്ഫർ ചെയ്യാൻ റെഡിയായി എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ വീണ്ടും എന്ത് ചെയ്യുക, ഇനി അടുത്ത ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയണം. ചിലപ്പോൾ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് പിന്നെ ഒരു 8051 ഡാറ്റ സീരിയലി ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ, റൈറ്റ് എ പ്രോഗ്രാം ടു ട്രാൻസ്ഫർ ലെറ്റർ എ സീരിയൽ അറ്റ് 4800 ബോർഡ് റേറ്റ് കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടൈമർ മോഡ് കൊടുക്കണം. ടി മോഡിൻ്റെ ഏതാണ്, മോഡ് 2. ഈ മോഡ് 2 ആണ് കൊടുക്കുകയെന്ന് ശ്രദ്ധിച്ചാൽ മതി, അതായത് 20H. അതിൻ്റെ ശേഷം TH1 ബോർഡ് റേറ്റ് ഇപ്പോൾ 4800 ആണ് നമുക്ക് ബോർഡ് റേറ്റ് തന്നതുകൊണ്ട് അതിൻ്റെ വാല്യൂ വരുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി മെഷീൻ സൈക്കിൾ ആക്കാൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വീണ്ടും UART എന്ത് ചെയ്യും, അതിനെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 28,800 ഹെഡ്സ് കിട്ടി. പിന്നെ ആ കിട്ടിയ വാല്യൂ ഡിവൈഡഡ് ബൈ 28,800 ഡിവൈഡഡ് ബൈ ഡിസൈഡ് വാല്യൂ, അതായത് ബോർഡ് റേറ്റ് ഏതാ തന്നത്
ഈക്വൽ ടു n എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ 4800-ന് കറസ്പോണ്ടിങ് ആയിട്ട് -6 എന്നുള്ള വാല്യൂ. അത് ഇട്ട് കൊടുക്കുക. TH1-ലാണ് ലോഡ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടി കോണല്ല, അവിടെ എസ് കോണാണ്. എസ് കോണിൽ എന്ത് ചെയ്യുക, 50H ലോഡ് ചെയ്യുക. അതായത് റിസീവർ എനേബിൾ ആണ്. പിന്നെ ഏതാണ് മോഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ് 1 ആണെന്നൊക്കെ അറിയാം. അങ്ങനെ കിട്ടുന്നതാണ് ഈ 50H കോൺഫിഗർ ചെയ്യുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എ എന്നുള്ള ക്യാരക്ടറാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് എവിടെ വെക്കണം, എസ് ബഫർ എന്നുള്ള രജിസ്റ്ററിലേക്ക് സേവ് ചെയ്യണമെന്ന് പറഞ്ഞു. മൂവ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു, എ എന്നുള്ള ക്യാരക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് എസ് ബഫറിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എസ് ബഫർ എന്നുള്ള രജിസ്റ്ററിൽ എന്തുണ്ട്, എ എന്നുള്ള ക്യാരക്ടർ ഉണ്ട്. ഇനി എന്ത് ചെയ്യും, ഇനി ചെയ്യേണ്ടത് JNB TI ഹിയർ ആണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ എപ്പോഴും TIനെ എങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ TI 1 ആവുകയാണെങ്കിലാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുക, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് കഴിയുക. ഇപ്പോൾ JNB TI ഹിയർ എന്നാണ് ഇൻസ്ട്രക്ഷൻ. JNB പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജമ്പ് ഇഫ് ബിറ്റ് ഈസ് നോട്ട് 0, അതായത് ബിറ്റ് ഈസ് നോട്ട് സെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു TI ഫ്ലാഗ് 1 ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഹിയർ എന്നുള്ള പൊസിഷനിൽ തന്നെ നിൽക്കുക 1 ആവുന്ന വരെ. ഇപ്പോൾ 1 ആയി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, അടുത്ത ലൈനിലേക്ക് പ്രോഗ്രാം എത്തുള്ളൂ. ക്ലിയർ TI അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TI ഫ്ലാഗിൽ എന്തായി, 1 ആവും. അതൊരു ഇൻഡിക്കേഷനാണ്. അത് 1 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഡാറ്റ എന്തായി, ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. ഇനി അതിനെ പിന്നെ നമ്മൾ പ്രോഗ്രാമിൽ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അപ്പോൾ വീണ്ടും 0 ആവും. എന്നിട്ട് അടുത്ത ബിറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും, അടുത്ത ക്യാരക്ടർ ഉണ്ടെങ്കിൽ വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ എപ്പോഴും മോണിറ്റർ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, TI ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് എസ് ജമ്പ് എഗെയിൻ എവിടെ കൊടുത്തിട്ടുള്ളത്, എഗെയിൻ ലേബലാണ് മൂവ് എസ് ബഫർ ##. അതായത് ഇനി വീണ്ടും AN അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്, ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, JNB. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും TI ക്ലിയർ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, പിന്നെയും ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ആ സ്റ്റെപ്പിലേക്ക് തന്നെ പോയി വീണ്ടും എസ് ബഫറിൽ ലോഡ് ചെയ്യും. പിന്നെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. TI എപ്പോഴാണോ ഹൈ ആവുന്നത് അപ്പോൾ TIനെ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. വീണ്ടും ആ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് പ്രോഗ്രാം ടു റിസീവ് ഡാറ്റ സീരിയലി. എങ്ങനെ നമുക്ക് ഡാറ്റേനെ റിസീവ് ചെയ്യാം, സീരിയലി റിസീവ് ചെയ്യാം. അതിന് നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ്, പക്ഷേ ഒരു മാറ്റമുള്ളത് RI ആണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇൻ്ററപ്റ്റ് ഫ്ലാഗ് ടി മോഡിൽ 20H ലോഡ് ചെയ്യും. TH1-ൽ ബോർഡ് റേറ്റ് അനുസരിച്ചിട്ട് ഒരു വാല്യൂ, ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യും. അതുപോലെ എസ്കോണിൽ 50H, പിന്നെ TR ടൈമർ 1, പിന്നെ RI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RI ആണ് യൂസ് ചെയ്യണത് കേട്ടോ. അത് ശ്രദ്ധിക്കണം, നേരത്തെ TI ആയിരുന്നു. ഈ RIനെ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. പിന്നെ RI ഫ്ലാഗിനെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. റിസീവ് ഇൻറ്ററപ്റ്റ് അതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി എപ്പോഴാണോ അത് 1 ആവുക അപ്പോൾ എന്ത് ചെയ്യും, എസ് ബഫർത്തെ ഡാറ്റ അങ്ങനെ ഒരു സേഫ് പ്ലേസിലേക്ക് മാറ്റും. വീണ്ടും സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രോഗ്രാം ദ 8051 ടു റിസീവ് ബൈറ്റ് ഓഫ് ഡാറ്റ സീരിയലി ആൻഡ് പുട്ട് ദം ഇൻ P1. സെറ്റ് ദ ബോർഡ് റേറ്റ് അറ്റ് 4800, 8-bit ഡാറ്റ ആൻഡ് 1 സ്റ്റോപ്പ് ബിറ്റ്. ക്വസ്റ്റ്യന് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡാറ്റ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനും അതുപോലെ റിസീവ് ചെയ്യാനും നിങ്ങൾക്ക് സ്വയം പ്രോഗ്രാം എഴുതാൻ പറ്റും. അപ്പോൾ മൂവ് ടി മോഡ് 20H. നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കൺട്രോൾ രജിസ്റ്റേഴ്സും എങ്ങനെയാണ് നമ്മൾ ബിറ്റ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ നമ്മൾ ടി മോഡിൽ 20H കൊടുക്കണം. അതുപോലെ TH1-ൽ എത്ര, ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വാല്യൂ 4800 ആയതുകൊണ്ടാണ് TH1-ൽ -6 ആയത്. പിന്നെ ടി കോണ് പറഞ്ഞാൽ 50H, ടി കോൺ അല്ല ഇവിടെ എസ് കോണാണ് കേട്ടോ. എസ്കോണിൽ 50H. പിന്നെ സെറ്റ് ബി TR1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമർ എന്ത് ചെയ്തു, ഓണായി. JNB RI ഏതാണ് ഇവിടെ ഇൻഡിക്കേറ്റർ, RI ആണ്. അപ്പോൾ അത് JNB അതായത് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ തന്നെ നിൽക്കും, ഈ ഒരു ഹിയർ എന്നുള്ള ഒരു ലേബൽ തന്നെ, മീൻസ് ഇവിടെ തന്നെ നിൽക്കും. അഥവാ 1 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് ക്ലിയർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പോർട്ട് 1ലേക്ക് ഡാറ്റ മൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എസ് ബഫറിലാണ് ഇപ്പോൾ ഡാറ്റ ഉള്ളത്. ഇനി എസ് ബഫറിൽ നിന്ന് എന്ത് ചെയ്തു, ഡാറ്റേനെ അക്യുമുലേറ്ററിൽ കൊടുത്തിട്ട് അക്യുമുലേറ്ററിൽ എത്തിച്ചിട്ടാണ്, പിന്നെയാണ് അക്യുമുലേറ്ററിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോർട്ടിലേക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എസ് ബഫറിൽ നിന്ന് നേരിട്ടിട്ട് ഒരു ഇക്വേഷനല്ല ഇൻസ്ട്രക്ഷൻ എഴുതാൻ പറ്റില്ല. സോ അക്യുമുലേറ്ററിലേക്ക് ആദ്യം എസ് ബഫറത്തെ ഡാറ്റ ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ അക്യുമുലേറ്ററിൽ നിന്ന് P1, പോർട്ട് 1ൽ കൊടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ, P1ലേക്ക് കൊടുത്തു.
വീണ്ടും അതിന് ശേഷം എന്ത് ചെയ്യാണ് RI ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് എസ് ജംപ് ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോഗ്രാം തീർന്നു. അപ്പോൾ ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടൊന്നും റിസീവ് ചെയ്യാനൊന്നും പറയാത്തത് കൊണ്ട് ജസ്റ്റ് റിസീവ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം ഇതിന് മുന്നുള്ളൊരു വീഡിയോയിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം ഇതുപോലെ എഴുതാനായിട്ട് പഠിക്കുക. എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് വന്നിട്ടുള്ളത്, ടി മോഡ്, അതുപോലെ ടൈമറിൻ്റെ കൺട്രോൾ രജിസ്റ്ററും ടി മോഡ്, ടി കോണ്, അതുപോലെ നമ്മുടെ എസ്കോണ് എന്നുള്ള രജിസ്റ്റർ, കൺട്രോൾ രജിസ്റ്ററും അതുപോലെ ഇൻറ്ററപ്റ്റ്സും ഒക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ പ്രോഗ്രാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ.